പലരും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയാറുണ്ട്. ഇതൊക്കെ മടിയന്മാരുടെ ഓരോ ട്രിക്കാണ് എന്നൊക്കെ. അതിനുള്ള ഒരു പ്രധാന കാരണം ഇതിൽ ആക്ഷനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. 100% വിശ്വാസം വേണം എന്നുള്ളതല്ലാതെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളെക്കുറിച്ച് കാര്യമായി ഒന്നും പറയുന്നില്ല, അല്ലേ? ആസ്ക്, ബിലീവ്, റിസീവ്, അത്രമാത്രം. അതുകൊണ്ടാണ് പലർക്കും ലോ ഓഫ് അട്രാക്ഷൻ അംഗീകരിക്കുവാൻ കഴിയാത്തത്. ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുകയും അത് നടന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് യാഥാർത്ഥ്യമാകുമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഇല്ല എന്നായിരിക്കും പലരുടെയും ഉത്തരം. പക്ഷേ ഇതിന് ജനറലായി ഒരു ആൻസർ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തെ ആധാരമാക്കിയാണ് ഇരിക്കുന്നത്. ഒരാക്ഷനും എടുക്കാതെ തന്നെ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് 100% വിശ്വസിക്കുന്ന ഒരാൾക്ക് ആക്ഷൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് സന്ദർഭത്തിലാണ് നമ്മൾ ആക്ഷൻ എടുക്കേണ്ടതെന്ന്. ഒരു ഉദാഹരണം പറയാം. നല്ല ശരീരഭാരമുള്ളൊരു വ്യക്തി. അയാൾ വെയിറ്റ് കുറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജിമ്മിൽ പോവുകയോ ഡയറ്റ് ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അയാൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ പെർഫെക്റ്റ് വെയിറ്റ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു, താങ്ക് യു യൂണിവേഴ്സ് എന്നൊക്കെയുള്ള ഫീൽഡിൽ ഇരുന്നു കൊണ്ട് വളരെ ഭംഗിയായി അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് ഈ പ്രോസസ്സ് 100% വിശ്വാസത്തോടെ എത്ര നേരം ചെയ്യാൻ പറ്റും? ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹം നെഗറ്റീവായി ചിന്തിച്ചു തുടങ്ങും. അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു തോന്നലുണ്ടായി തുടങ്ങും. ഒരാക്ഷനും എടുക്കാതെ എങ്ങനെയാണ് എനിക്ക് എൻ്റെ വെയിറ്റ് കുറയ്ക്കുവാൻ സാധിക്കുക? പ്രത്യേകിച്ച് വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ എക്സസൈസ്, ഡയറ്റ് ഇതൊക്കെ നിർബന്ധമാണെന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. മാത്രമല്ല നമ്മൾ ചെറുപ്പം മുതലേ എന്ത് നേടാനായാലും ആക്ഷൻ എടുക്കേണ്ടത് മസ്റ്റാണെന്നുള്ള രീതിക്കാണ് ശീലിച്ചു പോന്നിട്ടുള്ളത്. പെട്ടെന്ന് നമുക്കത് മാറ്റാൻ സാധിക്കില്ല. അവിടെയാണ് പ്രവൃത്തിയുടെ പ്രാധാന്യം വരുന്നത്. ചെറിയ തോതിലായാലും നമുക്ക് തോന്നുന്ന ആ സംശയത്തെ മാറ്റി 100% വിശ്വാസം ഉറപ്പിക്കുവാൻ നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ എൻ്റെ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ഫീൽ ശരിക്കും നമുക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആക്ഷൻസ് എടുക്കും എന്നത് മറ്റൊരു സത്യമാണ്. അതിനാണ് ഇൻസ്പയർഡ് ആക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് അത്തരം ആക്ഷൻസ് എടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഫോഴ്സ് ചെയ്യുകയാണെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. നാച്ചുറലി വരുന്ന ആക്ഷൻസ് ആയിരിക്കും അത് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ടിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ആക്ഷൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.